1980 ജൂലൈ 31 നേരിയ തണുപ്പുള്ള പ്രഭാതം. കെ.പി.എ. മജീദ് നിയമസഭയിലെത്തിയത് രക്തം പുരണ്ട വസ്ത്രമണിഞ്ഞായിരുന്നു. അർത്ഥമറിയാതെ ആട്ടം തുള്ളിയ നായനാർ സർക്കാരിന് നേരെ അയാൾ സംസാരിച്ചു തുടങ്ങി. മജീദിന്റെയും റഹ്മാന്റെയും കുഞ്ഞിപ്പയുടെയും രക്തം പുരണ്ട വസ്ത്രം ധരിച്ചയാൾ വികാരനിർഭരനായി. അനുഭവിച്ചറിഞ്ഞ തീച്ചൂള വിവരിക്കുന്നതിനിടെ കെ.പി.എ. മജീദ് നിയമസഭയിൽ ബോധരഹിതനായി. കാരിരുമ്പിന്റെ കരളുറപ്പുണ്ടായിരുന്ന പത്തായിക്കോടൻ സീതി ഹാജി വിതുമ്പിക്കരഞ്ഞു. വികാരഭരിതനായി CH മുഹമ്മദ് കോയ സാഹിബ് എഴുന്നേറ്റു നിന്നു. മലപ്പുറത്തു നിന്ന് പരക്കുന്ന കാറ്റിന് കരിഞ്ഞ മാംസത്തിന്റെയും രക്തത്തിന്റെയും ഗന്ധമാണെന്ന് പറഞ്ഞ CH സഭാ നടപടികൾ നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടെങ്കിലും സ്പീക്കർ നിരസിച്ചു. ഒടുക്കം പ്രക്ഷുബ്ധമായ സഭ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. മലബാറിൽ ചോരമണക്കുന്ന കാറ്റുവീശിയ നാളുകൾ 1980 ജൂലൈ 30. അന്നൊരു ബദർ ദിനം കൂടിയായിരുന്നു. വിശുദ്ധ ഖുർആന്റെ ഭാഷ സംരക്ഷിക്കാൻ മലനാട്ടിൽ സമരകാഹളമുയർന്നു. രക്തവും ജീവനും നൽകിയൊരു പ്രസ്ഥാനം ആ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചു. ചോരവീണ മണ്ണും തുടിക്കുന്ന രക്തസാക്ഷി ഓർമ്മകളും സാക്ഷി. അറബി, ഉറുദു, സംസ്കൃതം എന്നീ ഭാഷാ പഠനങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് പോരാടി നേടിയതു തന്നെയാണ്. E.K. നായനാർ കേരളം ഭരിക്കുന്ന കാലം അറബി, ഉറുദു, സംസ്കൃതം ഭാഷാധ്യാപക തസ്തികകളെ അട്ടിമറിക്കാൻ നീക്കം നടന്നു. അക്കമഡേഷൻ, ക്വാളിഫിക്കേഷൻ, ഡിക്ലറേഷൻ എന്നിങ്ങനെ ഭാഷാ പഠനത്തോട് വൈരാഗ്യബുദ്ധിയോടെ ഇടതു സർക്കാരിന്റെ ഉത്തരവ് വന്നു. തിരുവനന്തപുരത്ത് ഭാഷാധ്യാപകർ സമരം തുടങ്ങി. സമരം ഉദ്ഘാടനം ചെയ്ത CH മുഹമ്മദ് കോയ സാഹിബ് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങൾ ക്ലാസ് മുറികളിലേക്ക് തിരികെ പോവുക. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടവരാണ്. നിങ്ങൾക്ക് വേണ്ടി, ഈ നാടിനു വേണ്ടി ഈ സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. വിപ്ലവം ത്രസിപ്പിച്ച വീരനായകന്റെ വാക്കുകേട്ട് മലയാള മണ്ണ് സമരത്തിനൊരുങ്ങുകയാണ്. CHന്റെ നിർദ്ദേശപ്രകാരം ഭാഷാ സമരം മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുത്തു. PKK ബാവ പ്രസിഡന്റായും കെ.പി.എ. മജീദ് ജനറൽ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റി 1980 ജൂലൈ 30 കേരളത്തിലെ കളക്ടറേറ്റുകൾ പിക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. മലനാട്ടിൽ ഭാഷാ സമരത്തിന്റെ മുദ്രാവാക്യം മുഴങ്ങി. ഐതിഹാസിക പോരാട്ടത്തെ നായനാരുടെ പോലീസ് അടിച്ചമർത്തി. കണ്ണൂരിലും കോഴിക്കോട്ടും ലാത്തിച്ചാർജ് ഉണ്ടായി. കോട്ടപ്പടി മൈതാനത്ത് നിന്നാണ് മലപ്പുറത്ത് യൂത്ത് ലീഗിന്റെ പ്രക്ഷോഭയാത്ര തുടങ്ങിയത്. ഗതാഗത തടസ്സമുണ്ടാക്കാതെ സമരം മുണ്ടുപറമ്പും കടന്നു മുന്നേറി. പോരാളികളിൽ ആവേശം ജനിപ്പിച്ച് PV മുഹമ്മദ് സാഹിബിന്റെ അനൗൺസ്മെന്റ് മുഴങ്ങി. PK കുഞ്ഞാലിക്കുട്ടി, N സൂപ്പി, P അബ്ദുൽ ഹമീദ്, T രായിൻ, MPM ഇസ്ഹാഖ് കുരിക്കൽ, അഡ്വക്കേറ്റ് UA ലത്തീഫ്, MI തങ്ങൾ തുടങ്ങിയവർ മുൻനിരയിൽ നിന്ന് നയിച്ചു. കളക്ടറേറ്റ് പടിക്കൽ ഉദ്യോഗസ്ഥരെ തടയാതെ ജനാധിപത്യ മാർഗത്തിൽ സമരം മുന്നേറി. കെ.പി.എ. മജീദ് സാഹിബ് സമരം ഉദ്ഘാടനം ചെയ്തു. 12 പോലീസ് വാഹനങ്ങൾ സ്ഥലത്തെത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുകയാണ്. 10:30 അഭിവന്ദ്യനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമരഭൂവിലെത്തി പോരാളികൾക്ക് അഭിവാദ്യമർപ്പിച്ചു. 11:30 നായനാർ പോലീസിന്റെ വില്ലൻ പരിവേഷമണിഞ്ഞ് പെരിന്തൽമണ്ണ DYSP വാസുദേവ മേനോൻ കളക്ടറേറ്റിന്റെ മുന്നിലെത്തി. പ്രവർത്തകർക്കിടയിലേക്ക് ജിപ്പിടിച്ചു കയറ്റിയ DYSPയെ പിക്കറ്റിംഗ് കഴിയാതെ കടത്തിവിടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു യൂത്ത് ലീഗ്. സംഭവസ്ഥലം സംഘർഷഭരിതമായി. സർവ്വനിയമങ്ങളെയും കാറ്റിൽ പറത്തി DYSP നിരായുധരായ സമരക്കാർക്ക് നേരെ വെടിവെപ്പിനുത്തരവിട്ടു. അന്യായമായ പോലീസ് നടപടിയിൽ മലപ്പുറം കളക്ടറേറ്റിനു മുന്നിൽ ചോരതളം കെട്ടി. വെടിയേറ്റു വീണ മജീദിനെ ഉയർത്തിക്കാട്ടി DYSP സമരക്കാർക്ക് നേരെ ആക്രോശിച്ചു. ഒട്ടനവധി യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് വെടിയേറ്റു. മജീദും റഹ്മാനും കുഞ്ഞിപ്പയും വെടിയേറ്റു വീണിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ ഭാഷ സംരക്ഷിക്കാൻ ഖായിദെ മില്ലത്തിന്റെ പ്രസ്ഥാനത്തിനവർ ജീവൻ നൽകിയിരിക്കുന്നു. വ്രതവിശുദ്ധിയിൽ പൊലിഞ്ഞ ജീവനും പോരാളികളുടെ തുടിക്കുന്ന ഓർമ്മകളും അവകാശ സംരക്ഷണ പോരാട്ടത്തിന്റെ ചോരമണക്കുന്ന ഭൂതകാലവും നിങ്ങൾക്ക് ആവേശം പകരുന്നുവെങ്കിൽ വർത്തമാനത്തോട് നിങ്ങൾ ഉറക്കെ പറയുക: ഇക്കാണുന്ന സുഹൃതമത്രയും ഇക്കേൾക്കുന്ന ഭാഷാവിസ്മയമൊക്കെയും യൂത്ത് ലീഗ് പൊരുതി നേടിയതാണെന്ന്.